ഡോക്ടേഴ്സ് പൊട്ടാഷ്യം സയനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു. ഇതൊരു ശാസ്ത്രജ്ഞന്റെയും കണ്ടുപിടുത്തമല്ല, പക്ഷെ സാധാരണക്കാരനായ ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ ആത്മഹത്യക്കുറിപ്പിലെ വരികളാണിത്. ലോകത്ത് ഇതുവരെ ആരും രുചിച്ചിട്ടില്ല, രുചിച്ചവരാരും ജീവിച്ചിരിപ്പുമില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് പൊട്ടാഷ്യം സയനൈഡ്. ഇതിന്റെ രുചിയാണ് ലോകത്തിന് വേണ്ടി എറണാകുളത്തുകാരനായ MP പ്രസാദ് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ കൂടെ പറഞ്ഞു തന്നത്. സ്വർണ്ണപ്പണിക്കാരനായ പ്രസാദ് 2005 പാലക്കാട് സ്വന്തമായിട്ട് ഒരു ജ്വല്ലറി വർക്സിന്റെ കട ഇട്ടു. അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കടമാണ് ആത്മഹത്യയിലോട്ട് ഇങ്ങനെ നയിക്കുന്നത്. 2006 ജൂൺ 16 പാലക്കാട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു ഹോട്ടൽ മുറിയിൽ അയാൾ റൂം എടുക്കുകയാണ്. സ്വർണ്ണക്കടക്കാരനായ കാരണത്താൽ സൈനൈഡ് വാങ്ങാനുള്ള ലൈസൻസും ഉണ്ട്. അതും ഒരു പിടി പേപ്പറിൽ പൊതിഞ്ഞായിരുന്നു അയാൾ റൂമിൽ കയറിയത്. എന്തായാലും ആത്മഹത്യ ഒരു വഴിയുള്ളൂ എന്ന് തീരുമാനിച്ച പ്രസാദ് കുറിപ്പ് എഴുതാൻ വേണ്ടിയിരുന്നു. 4 പേജ് നീളമുള്ള കുറിപ്പാണ്. ആദ്യത്തെ പേജിൽ സാമ്പത്തിക നില തകർന്നതിന്റെ കാരണവും, രണ്ടാമത്തെ പേജിൽ ഇത് കാരണത്താലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും, മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പാണ്. ഇത് എഴുതുന്നതിനിടെ 8 വരി വിട്ടിട്ടാണ് അയാൾ ഇങ്ങനെ എഴുതുന്നത്: ഡോക്ടേഴ്സ്, പൊട്ടാഷ്യം സയനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു. വളരെ പതുക്കെ, സ്റ്റാർട്ടിങ് വളരെ പുകച്ചിലാണ്, നാക്കെല്ലാം എരിയും, ഹാർഡാണ്, നല്ല ചവർപ്പാണ്. ഇതാണ് അയാൾ പറയുന്ന സൈനൈഡിന്റെ രുചി. ഇത് രുചിക്കാനുണ്ടായ കാരണം ഒരു അബദ്ധമായിട്ടാണ് അയാൾ പറയുന്നത്. സൈനൈഡ് മദ്യത്തിൽ കലർത്താൻ വേണ്ടി പേനയുടെ ബാക്ക് ഉപയോഗിച്ചാണ് ഇളക്കിയത്. പക്ഷെ അത് നേരെ വണ്ണം കലങ്ങിയില്ല. അയാൾ കുറിപ്പെഴുതുന്നത് തുടർന്നു. അതിനിടയിൽ എന്തോ ആലോചിക്കുന്ന സമയത്താണ് പേന നാക്കിലൊന്ന് മുട്ടിച്ചത്. പിന്നെ ഇത് എഴുതി തീരുന്നവരെ എരിച്ചിലായിരുന്നു. ഇങ്ങനെയാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ സൈനൈഡിന്റെ രുചി ലോകത്ത് ആദ്യമായിട്ട് അറിയുന്നത്. അതും ഒരു മലയാളിയായിരുന്നു. എല്ലാരും ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും